രാവിലെ തന്നെ അമ്പാടിയെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ്. എക്സാം നടക്കുന്നത് കൊണ്ട് സ്കൂളിൽ ഞാൻ കൊണ്ടാക്കണം. പിന്നെ അതേപോലെ 1 മണിയാകുമ്പം തീരുമ്പോഴത്തേക്ക് ചെന്ന് വിളിച്ചുകൊണ്ടും വരണം. അന്നേരം രാവിലെ കൊണ്ടാക്കിയിട്ട് എനിക്ക് തിരിച്ച് വരുന്ന വഴി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അന്നേരം ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞാണ് അവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഞാൻ ചിക്കൻ കടയിലാണ് വന്നത്. ചിക്കൻ കടയിൽ വന്ന് അങ്ങനെ ചിക്കന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഈ ചിക്കൻ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറി കട. അപ്പോഴും പച്ചക്കറിയും കൂടെ വാങ്ങിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ആ സമയം കൊണ്ട് ആ ചിക്കനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കും. അങ്ങനെ പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് തക്കാളിയും പച്ചമുളകും സവാള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ കുക്കുംബർ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ കുക്കുംബറും 2-3 സലാഡ് ഉണ്ടാക്കാനായിട്ട് കുക്കുംബറും വാങ്ങിച്ച് അങ്ങനെ അത് എല്ലാം പച്ചക്കറി എല്ലാം വാങ്ങിച്ച് പിന്നെ അവിടുന്ന് ഞാൻ വന്നിട്ട് നേരെ ഇത് വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ കടയിലോട്ട് പോയത്. കാരണം പിന്നെ ഞാൻ വണ്ടി വെച്ചത് പച്ചക്കറി കടയുടെ മുമ്പിലാണ്. അങ്ങനെ ഈ പച്ചക്കറി വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ ചിക്കൻ കടയിൽ ചെന്ന് അപ്പോൾ ചിക്കനെല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചിരുന്ന് അങ്ങനെ ചിക്കനും വാങ്ങിച്ച് തിരിച്ച് ഞാൻ വന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് തന്നെ ഫ്രൂട്ട്സ് കടയുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് കടയിലേക്ക് വന്ന് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള JSMൽ ഇത് ഞങ്ങളെ സ്ഥലമായ അയത്തിലുള്ള കടകളാണ് ഇതൊക്കെ. അന്നേരം JSMൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒരു സോപ്പാണ് വാങ്ങിക്കേണ്ടുള്ളത്. വേറെ അത്യാവശ്യ സാധനമൊന്നുമില്ല. പിന്നെ ഇവന്മാർക്ക് എന്തെങ്കിലും ഇത് ലേസും അങ്ങനെ എന്തെങ്കിലും മേടിക്കണം, അല്ലാതെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട. അന്നേരം കാരണം ലേസ് വലുത് വേണമെന്ന് പറയുന്നു. ചെറിയ ലേസൊക്കെയാണ് നമ്മളെ വീടിനടുത്തുള്ള കടയിൽ ചെറിയ ലേസേ കാണത്തുള്ളൂ. അന്നേരം ഇവന്മാർക്ക് വലിയ ലേസ് മേടിച്ച് തരണമെന്ന് എപ്പോഴും പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഈ കടയിലെങ്ങാനും വന്നാണ് വലിയ ലേസ് വാങ്ങിക്കുന്നത്. അന്നേരം അതിനു വേണ്ടിയാണ് കയറിയത്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഇവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് നോക്കി. പക്ഷേ ചോക്ലേറ്റ് ഇത് നെസ്ലയുടെ ക്ലാസിക് ഇത് വാങ്ങിച്ചില്ല. വേറെ 2 ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. ഇത് വെറുതെ എടുത്തൊന്ന് നോക്കിയിട്ട് തിരിച്ച് പിന്നെ മിലാനോടെ വാനില വാങ്ങിച്ചില്ല. പിന്നെ അതിൻ്റെ ഈ ഓറഞ്ചാണ് വാങ്ങിച്ചത്. ഇത് 2 വാങ്ങിച്ച്. പിന്നെ അതേപോലെ 2 ലേസ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ബിസ്ക്കറ്റും പിന്നെന്തുവാ അങ്ങനെ സോപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഈ ഒരു ലേസ് വാങ്ങിക്കാൻ വേണ്ടിയായി ഈ കടയിൽ കയറിയത്. കാരണം നമ്മളെ വീടിനടുത്തുള്ള വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ചെറിയ പാക്കറ്റാണ് ഉള്ളത്, വലിയ പാക്കറ്റ് ഇല്ല. അന്നേരം എപ്പോഴും ഇവന്മാർക്ക് വലുത് വാങ്ങിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും കടയിൽ വെറുതെ ജസ്റ്റ് വേറൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ തന്നെ ഈ ലേസ് വാങ്ങിക്കാനായിട്ട് കയറും. അങ്ങനെ അവിടുന്ന് പിന്നെ ബിസ്ക്കറ്റും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് കവറില്ലേടാ. അങ്ങനെ അവിടുന്ന് ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് അതും വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി തിരിച്ച് വണ്ടി വെച്ചെടുത്തുനിന്ന് വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് വന്ന് എന്നിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡിയാക്കിയാണ്. കാരണം ചിക്കൻ കറി റെഡിയാക്കിയിട്ട് വേണം തിരിച്ച്. അപ്പോഴത്തേക്ക് തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞ്. അന്നേരം ചിക്കൻ കറി റെഡിയാക്കിയിട്ട് വേണം പിന്നെ മോനെ പോയി തിരിച്ച് 1 മണിയാകുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയൊക്കെ അടുപ്പിലാക്കി. അന്നേരം അത് തിളയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയി. അന്നേരം തന്നെ 1 മണിയായി. 1 മണി 12:55 ആയായിരുന്നു. പിന്നെ 5 മിനിറ്റേ ഉള്ളു. അങ്ങനെ ധൃതി പിടിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോയി. അവനെ വിളിക്കാനായിട്ട് പോയി.
അങ്ങനെ പോയി അവനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും മോനും കൂടെ ഇളയവൻ ബിച്ചുവായിട്ട് ഞാൻ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി. ഇവർക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്ന ചെരുപ്പ് ഒരാളുടെ അങ്ങ് പൊട്ടി. സ്ലിപ്പർ ആയിരുന്നു അത്. പിന്നെ പുറത്തോട്ടിടുന്ന അങ്ങനെയല്ല, അല്ലാതൊക്കെ അടുത്തപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകാൻ. അന്നേരം ഒരാളുടെ അങ്ങ് പൊട്ടിയപ്പോഴത്തേക്ക് പിന്നെ വന്ന് അവർക്ക് ഇങ്ങനത്തെ ചെരുപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞ്. അതിന് മുമ്പ് ഇത് കണക്കത്തെ ഉണ്ടായിരുന്നു, അതും അങ്ങ് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ ഇത് വാങ്ങിക്കാനായിട്ട് വന്ന്. അങ്ങനെ രണ്ടുപേർക്കും അതേ കണക്കത്തെ ചെരുപ്പ്, ഈ നീല കളറല്ല വാങ്ങിച്ച, മറ്റേ നേരത്തെ കാണിച്ച കണക്കുള്ള ചെരുപ്പാണ് വാങ്ങിച്ചത്. അത് 2 എണ്ണവും വാങ്ങിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴിത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് ഇത് പറയാറുണ്ട്, പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യുന്നൊന്നും അറിയാൻ വയ്യ. അപ്പോഴിത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.